ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത്, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ, അല്ലെങ്കിൽ സോഷ്യലി നിങ്ങൾ വെൽ കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആണോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിലെ നിങ്ങൾക്ക് ഈ സ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിൻ്റെ 7 അയലത്ത് പോലും നിങ്ങളുടെ ജീവിതം എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അല്ലാണ്ട് ഈ എൻ്റെ കുറ്റമല്ല, നിൻ്റെ വീട്ടുകാരുടെ കുറ്റമല്ല, നിൻ്റെ കൂട്ടുകാരുടെ കുറ്റമല്ല, നിൻ്റെ മാത്രം കുറ്റമാണ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കില്ല. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ കാര്യം ദിവസങ്ങളോളം അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു റുട്ടീൻ, നമുക്ക് സക്സസ്ഫുൾ ആവണമെന്ന് നമുക്കൊരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിൽ നിനക്ക് വേറെ എക്സ്ക്യൂസസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ടയേർഡാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് വയ്യെന്നോ, എനിക്ക് സമയമില്ലെന്നോ ഉള്ള എക്സ്ക്യൂസസ് ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകാൻ തയ്യാറാവുന്നില്ല. എന്താണ് കംഫർട്ട് സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടോ, അല്ലെങ്കിൽ നിന്റെ റൂമോ, നിന്റെ വീട്ടുകാരോ, ഫ്രണ്ട്സ് ഗ്രൂപ്പോ, അതല്ല നിന്റെ കംഫർട്ട് സോൺ. ഞാൻ പറയുന്ന മെന്റൽ കംഫർട്ട് സോണിനെ പറ്റിയിട്ടാണ്. അതായത് നീ പറയുന്ന എക്സ്ക്യൂസസിനെ പറ്റിയിട്ട്. നിന്നോട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയാൻ പോകുന്നത് എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലോ അല്ലെങ്കിൽ ഞാൻ കോളേജിലോ പോയിട്ട് വരുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല, ട്യൂഷനുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറയും, അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും അതിന് നിനക്ക് എവിടെ നിന്നാണ് സമയം വരുന്നത്? നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിനക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാനും, നിനക്ക് അല്ലാതെ കണ്ട് തുണ്ട് സൈറ്റിൽ പോയിട്ട് തുണ്ട് കണ്ടുകൊണ്ടിരിക്കാനും, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് യൂട്യൂബിൽ ഒരു കാര്യമില്ലാത്ത കുറേ വീഡിയോസ് കാണാനും നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അല്ലെങ്കിൽ ഗെയിം കളിക്കാനും ഒക്കെ നിനക്ക് സമയമുണ്ട്. പക്ഷേ നിന്നോട് പോയി ഒരു 1/2 മണിക്കൂർ ഒന്ന് നടക്കാൻ പോകാനോ, അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് കാണത്തില്ല സമയം. അന്നേരം നിനക്ക് വയ്യായികയും നിന്റെ ക്ഷീണവും നിന്റെ സമയമില്ലായ്മ എല്ലാം ഇങ്ങനെ പൊങ്ങി വരും. അതാണ് ഞാൻ പറയുന്നത്, മെന്റൽ കംഫർട്ട് സോൺ. അത് നിങ്ങൾ എന്ന് വിട്ടുമാറുന്നോ അന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിന്ന് ഒരു പടിയെങ്കിലും മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് എത്ര കാലം നിനക്ക് ജീവിക്കാൻ പറ്റും? കാരണം നീ ഒരു കാര്യം ആലോചിക്കണം, നിന്റെ സ്വന്തം അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ വർക്ക് ചെയ്യണ്ട എന്നല്ല, അല്ലെങ്കിൽ നിനക്ക് ഒറ്റയടിക്ക് അവരെ വീട്ടിൽ ഇരുത്താം, അല്ലെങ്കിൽ അവർ നീ ജോലിക്ക് പോകണ്ട, നീ എല്ലാം നോക്കിക്കോളണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പൈസയെങ്കിലും നീ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതും നേരായ വഴി കൂടെ. അല്ലാണ്ട് പൈസ ഉണ്ടാക്കി ഇഷ്ടം പോലെ വഴിയുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരായ വഴി കണ്ടെത്തി അതിനുവേണ്ടി വർക്ക് ചെയ്ത് നീ ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങണം. പാർട്ട് ടൈം ജോലിക്ക് പോവാം, സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പൊ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോവാം, ഒരു കുഴപ്പമില്ല. പാർട്ട് ടൈം ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിനക്ക് ചെയ്യാനുള്ള പൈസയെങ്കിലും നിനക്ക് കിട്ടും. നിന്റെ സ്വന്തം ആവശ്യങ്ങൾ, നിനക്കിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു വാച്ച് മേടിക്കണം, അതിനൊക്കെ നിനക്ക് സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്തണം നീ. അല്ലാണ്ട് എത്ര കാലമെന്ന് വെച്ചിട്ട് ഈ വീട്ടുകാരുടെ തണലിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? പറ്റില്ല. ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ ഇൻകം സോഴ്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് ജോലിനെയും കുറ്റം പറഞ്ഞു ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യേ, എനിക്ക് ഉറക്ക ക്ഷീണമാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ഡെയിലി ഉറങ്ങുന്നത് 3-4 മണിക്കൂറേ ഞാൻ ഉറങ്ങാറുള്ളൂ. കാരണം ഞാൻ അത്രയും ഉറങ്ങിയാലും എനിക്ക് എൻ്റെ 100% എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഇരിക്കാറുള്ളൂ. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം ഞാൻ 3-4 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ആ ആഴ്ച തുറക്കം മൊത്തം ഉറങ്ങി തീർക്കും. ഞാൻ ഒരു 8-9 മണിക്കൂർ കിടന്ന് ഒരു ദിവസം മൊത്തം ഉറങ്ങും. അപ്പം ഐ എം ഓക്കെ, എൻ്റെ എനർജി റിസർവ് അവിടെ തിരിച്ച് ഫില്ലായിക്കുവാണ്. അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഷോർട്ട് ഫോം ആയിട്ടുള്ള കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നീ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു 15 വയസ്സ് തൊട്ട് ഒരു 20-22 വയസ്സ് വരെയുള്ള ഏതൊരു പയ്യൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്താലും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫീഡ് എടുത്ത് എക്സ്പ്ലോർ പേജ് ചെക്ക് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്ന ഭൂരിഭാഗം തുണിയില്ലാണ്ട് കിട്ടുന്ന പെൺപിള്ളേരുടെ ഫോട്ടോസാണ്. റീൽസ് നോക്കിയാൽ അത് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവളുമാര് അങ്ങനെ ഇടും. അതെന്തുകൊണ്ടാണ് ഇടുന്നത്? അത് കണ്ട് അത് ഷെയർ ചെയ്ത് അത് ലൈക്ക് ചെയ്ത് അതിൽ കമൻ്റ് അടിക്കാൻ നിന്നെപ്പോലുള്ള മണ്ടന്മാരുണ്ടെന്ന് അവളുമാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവളുമാർക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. അവളുമാർക്ക് റീച്ച് കിട്ടും. റീച്ച് വഴി അവളുമാർക്ക് പല ബിസിനസ് ഡീൽസും ബ്രാൻഡ് ഡീൽസും അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്കൊക്കെ കിട്ടി അവളുമാർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും.
അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലത്തെ കുറേ മണ്ടന്മാരുണ്ട്, അതിനൊക്കെ കൊണ്ട് പൈസ കളയും. 100 രൂപ 200 രൂപ 500 രൂപയൊക്കെ. അതിൽ നിന്നൊക്കെ അവളുമാർക്ക് മാസം വരുമാനം കിട്ടുന്നുണ്ട്, നിനക്കെന്തോ കിട്ടുന്നുണ്ട്, നിന്റെ സമയവും നിന്റെ എനർജിയും പൊക്കോണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവളുമാർക്ക്, ഈ ഇടുന്നവളുമാർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇത് പറയുന്നില്ല. സോ ഞാൻ പറയുന്ന ഫസ്റ്റ് കാര്യം, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് ഒരു പടിയെങ്കിലും മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് വീട്ടുകാരെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടുകാർക്ക് അതിന് സമയമില്ല. വീട്ടുകാരെന്തിന് ഓടി നടക്കുവാണ് ജോലി എന്ന് പറഞ്ഞിട്ട്. എന്തിന് നിന്നെയൊക്കെ തീറ്റിപ്പറ്റും, നീയൊക്കെ എന്തോ കാണിക്കുന്നത്, ഫോണിൽ കുത്തിയിരുന്ന് സമയം കളയുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നീ സ്വയം എന്തെങ്കിലും ചെയ്യാനോ നീ ശ്രമിക്കുന്നില്ല. നീ നിന്റെ എനർജിയും സമയവും ഒക്കെ കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാനൊരു കാര്യം പേഴ്സണലായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഈ 15 വയസ്സ് തൊട്ട് ഒരു 22 വയസ്സ് വരെ ഉള്ള കാലം, അല്ലെങ്കിൽ ആ ഒരു ഏജ്, ആ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം ഭയങ്കര എനർജി ആയിരിക്കും, നിങ്ങൾക്ക് സമയവും ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് നല്ലൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലാണ്ട് വെറുതെ കളയരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തോ ഈ പറയുന്നില്ല, അല്ലെങ്കിൽ ഇവൻ എന്തോ ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്നതെന്ന് തോന്നും. പക്ഷെ അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് നന്നായാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിതത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നീ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നിനക്ക് സിഗരറ്റ് വലി നിർത്തണം അല്ലെങ്കിൽ വെള്ളമടി നിർത്തണമെന്ന് എനിക്ക് തോന്നുവാണ്, നീ അങ്ങനെ വിചാരിക്കണമൊക്കെ നിർത്താം. പക്ഷെ നീ അടുത്ത ദിവസം നിന്റെ ഫ്രണ്ട്സിനോട് പോകുമ്പോൾ അവന്മാർ ഇങ്ങനെ വെള്ളമടിച്ച് സിഗരറ്റ് വലിച്ച് കിടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ നീ അതിൻ്റെ ഇടപെട്ടിട്ട് നീ വീണ്ടും സിഗരറ്റ് വലിക്കുകയും നീ വീണ്ടും വെള്ളം അടിക്കുകയും ചെയ്യും. അതേസമയം നീ നിർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആടാ ഓക്കെ നല്ല കാര്യം, ഞങ്ങളും നിർത്താം എന്ന് പറയുന്ന കൂട്ടുകാരായിരിക്കണം നിനക്ക് വേണ്ടത്. അല്ലാണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് നിന്നെ വീണ്ടും അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാവരുത് നിന്റെ കൂട്ടുകാർ. സോ നിന്റെ കൂട്ടുകാരെ നീ ഇനിയെങ്കിലും നീ ഒരു വ്യക്തിനെ നിന്റെ ഫ്രണ്ട് ആക്കുമ്പോൾ നീ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നീ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിനെ പറ്റി എന്ത് ഇമേജാണ് നമ്മുടെ മനസ്സിൽ ഫോം ആവേണ്ടതെന്ന് നമ്മൾ വിചാരിക്കണം, ചിന്തിക്കണം. കാരണം ഒരു വ്യക്തി, ഇപ്പം ഞാനാണെങ്കിൽ പോലും നിന്റെ മുമ്പിൽ ഒന്ന് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പ്ലീസിങ് ആയിട്ടായിരിക്കും സംസാരിക്കുക. കാരണം നിന്റെ മനസ്സിൽ എന്നെ പറ്റി ഇങ്ങനത്തെ ഒരു ഇമേജ് വേണമെന്ന് എനിക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടാവും. സോ ഞാൻ ആ രീതിക്ക് പെരുമാറത്തുള്ളൂ. ആ ചിന്ത നിനക്ക് വരണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഇങ്ങനെയാണെന്നുള്ള ചിന്ത നിനക്ക് വരണം. നീ അത് ചിന്തിക്കണം. ചിന്തിക്കാണ്ടിരിക്കുക. ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരടുത്തായാലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രശ്നത്തിനെ പറ്റി സംസാരിക്കുന്നവരടുത്തായാലും ഞാൻ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അത് ജിമ്മിൽ പോകാനോ വർക്കൗട്ട് ചെയ്യാനോ വേറെ ഒന്നുമല്ല. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളുടെ കയ്യിലായിരിക്കണം എപ്പോഴും അതിൻ്റെ കൺട്രോൾ. അല്ലാണ്ട് നമ്മുടെ കൺട്രോൾ ഒരിക്കലും നമ്മുടെ മൈൻഡിൻ്റെ ആയിരിക്കരുത്. കാരണം നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടനാണ്, സത്യം പറയാമല്ലോ. ബിക്കോസ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെ മൈൻഡ് ആദ്യം ഇനീഷ്യലായിട്ട് പറയുന്നത് വയലൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഇമോഷണൽ ആവാനായിരിക്കും പറയുന്നത്. അങ്ങനെ ആവരുത്. ഇപ്പോൾ നിൻ്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ നീ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് നിന്റെ മൈൻഡ് നിന്നോട് പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യണമെങ്കിൽ വയലൻസേ പറ്റത്തുള്ളൂ എന്ന്. നീ അതും കേട്ട് വയലൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഓപ്പോസിറ്റ് ആളുടെ ജീവൻ പോവാം, നിന്റെ ജീവൻ പോവാം, അല്ലെങ്കിൽ നീ ജയിലിലാവാം, എന്തും സംഭവിക്കാം. സോ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. ഒരിക്കലും നമ്മുടെ കൺട്രോൾ നമ്മുടെ മൈൻഡിൻ്റെ കയ്യിലാവരുത്. സോ പ്രാക്ടീസ് ദാറ്റ്. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ഏറ്റവും വലിയ കാരണം, ഇന്നത്തെ സമൂഹം ഈ ആണുങ്ങൾ അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് പറഞ്ഞു പറ്റിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ഫീഡ് ചെയ്യുന്ന ഒരു വിഷം ആയിട്ടുള്ളൊരു തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ ടു ബി ഇമോഷണൽ. ന്യൂസ് ഫ്ലാഷ്, ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടെ, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു ബി ഇമോഷണൽ ആസ് എ മാൻ. കരഞ്ഞു പെമ്പിള്ളാരിരുന്ന് കരഞ്ഞോട്ടെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആണാണ് ബ്രോ, അതാദ്യം നീ മനസ്സിലാക്കുക. നിനക്ക് കരയണം എന്നുണ്ടെങ്കിൽ കരഞ്ഞോ, നിന്റെ റൂമിൽ ഇരുന്ന് നീ കരഞ്ഞോ, അല്ലെങ്കിൽ നീ ബാത്റൂം പോയിരുന്ന് ശവം തുറന്നിട്ട് കരഞ്ഞോ, ഒരു 5 മിനിറ്റ് മതി. വിഷമമുണ്ടെങ്കിൽ വിഷമം ഉണ്ടായിക്കോട്ടെ, നീ ജിമ്മിൽ പോടാ, നീ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും, ഒരു 10 പുഷപ്പ് അടി, നീ ഓടാൻ പോ. സങ്കടം ഉണ്ടായിക്കോട്ടെ, സങ്കടം അവിടെ ഇരുന്നോട്ടെ, നീ ഇതൊന്നും സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്യേണ്ടെന്നല്ലല്ലോ അർത്ഥം. സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്ന് ആൾക്കാരെ കാണുമ്പോൾ കരഞ്ഞും കാണിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. നീ സങ്കടപ്പെട്ടോ, പക്ഷെ നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നീ സങ്കടപ്പെട്ടോ. ഒരാഴ്ച കാണും. ഇപ്പോൾ ഒരു പെണ്ണ് തേച്ചിട്ടോ എന്ന് വെച്ചാൽ എന്തോ സങ്കടം കാണും, ഒബ്വിയസ്ലി കാണും. ഒരാഴ്ച കാണും, 2 ആഴ്ച കാണും, 3-ാമത്തെ ആഴ്ച അത് പോവും. അത്രേ ഉള്ളൂ. ഇപ്പം അവൾ നിന്നെ കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ നീ അവളെ കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അവൾ ഇതുപോലെ ഇരിക്കത്തില്ല. അവളെപ്പോഴേ അവളുടെ ലൈഫായിട്ട് അവൾ ക്യാരി ഓൺ ആവും.
നീ ഇവിടെ മൂഞ്ചി തെറ്റിയിരുന്ന് നിന്റെ സമയം കളഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട തുണിയില്ലാത്ത പെമ്പിള്ളേരെ റീലും കണ്ട് ഓരോന്ന് കാണിച്ചുകൊണ്ട് നീ ഇങ്ങനെ ഇരിക്കും. ആർക്ക് പോയി? നിനക്കും നിന്റെ വീട്ടുകാർക്കും പോകും, വേറെ ആർക്കും പോകുന്നില്ല. സോ എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാണെന്ന രീതിയിൽ, ഒരാണെന്ന രൂപേണ നമുക്ക് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. നിനക്ക് കോളേജിൽ പോകണമെങ്കിൽ നീ പോകണം. വിഷമമായാലും സങ്കടമായാലും ദേഷ്യമായാലും എന്ത് വികാരം എന്തായാലും ചെയ്യാനുള്ള ചെയ്യണം. കോളേജിൽ പോകണമെങ്കിൽ കോളേജിൽ പോകണം, പണിയെടുക്കാനാണെങ്കിൽ പണിയെടുക്കണം. അതിനിപ്പോൾ നിനക്ക് വയ്യെങ്കിലും നീ പോകണം. ഇപ്പം എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുന്നില്ല. ഞാൻ വർക്കൗട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഓഫീസിൽ പോയില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ വർക്കും ചെയ്യും, വർക്കൗട്ടും ചെയ്യും. എനിക്കിപ്പോൾ എൻ്റെ ഇമോഷൻ എന്താണെങ്കിലും അതൊന്നും ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെ ബാധിക്കാറില്ല. എനിക്കിപ്പോൾ ഒരു ദിവസം രാവിലെ വർക്കിന് പോയിട്ട് വൈകുന്നേരം വരണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ അതെനിക്ക് ചെയ്യണം. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ബിസിനസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അതിലെനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യും. അതിപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം സങ്കടമാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ പെണ്ണെന്നെ തേച്ചിട്ടോ എന്ന് പറഞ്ഞിട്ടോ ഞാൻ ചെയ്യാണ്ടിരിക്കില്ല, ഞാൻ ചെയ്തിരിക്കും. ദാറ്റ് ഈസ് വാട്ട് എ മാൻ ഇസ്. എ മാൻ ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹിസ് ഡ്യൂട്ടീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇമോഷൻസ്. ഇമോഷൻസ് ആർ ഫോർ ഗേൾസ്, നോട്ട് ഫോർ മെൻ. അതാദ്യം മനസ്സിലാക്കുക. സോ ഈ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന നിർത്തുക. സങ്കടമാണ്, ടയേർഡാണെന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ നിർത്തുക. നീ ആദ്യം ഒരു ഗോൾ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു അഡ്വൈസ് തരാം. നിനക്കിപ്പോൾ തോന്നുവാണെങ്കിൽ നീ ഓവർ വെയിറ്റ് ആണെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നിന്നോട് ഞാൻ പറയുന്നില്ല ജിമ്മിൽ പോകണമെന്ന് ഞാൻ ആദ്യമേ പറയുന്നില്ല. നീ ഒന്ന് നടക്കാൻ തുടങ്ങുക. ആദ്യം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കുക ആദ്യത്തെ ദിവസം. അടുത്ത ദിവസം ഒരു അരമണിക്കൂറാക്കുക. എന്നിട്ട് നീ സമയം നോക്കാണ്ട് ഡിസ്റ്റൻസ് നോക്കൂ. ഒരു 5 കിലോമീറ്റർ നടക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ നടക്കാൻ നോക്കുക. അങ്ങനെ നടന്ന് നീ ഒരു 5 കിലോമീറ്റർ നിനക്ക് വലിയ കുഴപ്പം, നീ ക്ഷീണിക്കാണ്ട് നിനക്ക് നടന്നിട്ട് തിരിച്ച് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പയ്യെ ഓടാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് നിന്റെ സ്റ്റാമിന വർദ്ധിക്കും. നിന്റെ ബോഡി ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് നിനക്ക് മാറും. നീ കുറച്ചും കൂടെ ഫ്രഷനപ്പ് ആവും, നിനക്ക് കുറച്ചും കൂടെ എനർജി വരും. അപ്പോൾ നീ ജിമ്മിൽ പോവോ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട്. ജിമ്മിൽ പോകാനുള്ള സമയമില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം. അതിന് ഒരുപാട് എക്വിപ്മെൻറ്റ് വേണമെന്നൊന്നുമില്ല. ബോഡി വെയിറ്റ് വർക്കൗട്ട് ചെയ്യുക. ബോഡി വെയിറ്റ് വർക്കൗട്ട് വെച്ച് തുടങ്ങിയാൽ മതി. പിന്നെ എക്വിപ്മെൻറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ നീ കണ്ടെത്തണം. വീട്ടുകാരുടെ അടുത്ത് ചോദിക്കരുത്. കാരണം നിന്നെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ നീ കണ്ടെത്തണം. അല്ലാതെ വീട്ടുകാരുടെ ചിലവിനായിരിക്കരുത് ഇനി അതും നീ ചെയ്യേണ്ടത്. അതാദ്യം നീ മനസ്സിലാക്കുക. സോ ആദ്യം ഒരു ഗോൾ ഉണ്ടാക്കുക. ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സക്സസ്ഫുൾ ആവണം എന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാവണം. അതിന് ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലരും പറയുന്നത് മോട്ടിവേഷൻ ഇല്ല. സത്യം പറയാമല്ലോ, മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം ഡസൻറ്റ് എക്സിസ്റ്റ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിനക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് നിനക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നാളെ തൊട്ട് പഠിക്കണം, അല്ലെങ്കിൽ നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്യണം. എന്തിനാണ് നാളെ ആക്കുന്നത്? നിനക്ക് മോട്ടിവേഷൻ അപ്പോൾ തോന്നുവാണെങ്കിൽ അപ്പോൾ ചെയ്യണം. എല്ലാം ഈ നാളെ ചെയ്യാം, അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിൽ ചെയ്യാം, അടുത്ത ന്യൂ ഇയർ തൊട്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് ഞാൻ ചെയ്യും. അതിൻ്റെ കാര്യമില്ല. നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഇപ്പം തൊട്ട് നിനക്ക് തോന്നുവാണെങ്കിൽ അപ്പം ചെയ്യണം. നിനക്കിപ്പോൾ തോന്നുവാണെങ്കിൽ നാളെ തൊട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും, ഇപ്പം ചെയ്യും. നീ ഒരു 10 പുഷപ്പ് അടിക്കും, ഒരു 3 സെറ്റ് വെച്ച് 10 പുഷപ്പ് അടിക്കും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ചതിക്കരുത്. നീ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ആ സമയം എത്തുമ്പോഴത്തേക്ക് അല്ലേ വേണ്ട നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നിന്നെ ചതിക്കലാണ് ബ്രോ. അത് നീ മനസ്സിലാക്കണം. നീ സ്വയം ചതിക്കരുത്. അറ്റ്ലീസ്റ്റ് നീ നിന്നോടെങ്കിലും സത്യസന്ധത പുലർത്തണം. എന്നാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗോൾ ഉണ്ടാക്കുക. ആ ഗോളിൽ എങ്ങനെ എത്താമെന്ന് നീ ചിന്തിക്കുക. അതിനുള്ള ആദ്യത്തെ പടി എന്താണെന്ന് നീ മനസ്സിലാക്കുക. അത് ചെയ്ത് തുടങ്ങുക. ഇപ്പം തൊട്ട്, നാളെ തൊട്ടല്ല, ഇപ്പം തൊട്ട്. ഇപ്പോൾ തന്നെ നീ പോയിരുന്നിട്ട് നിനക്ക് എന്താണ് ആവേണ്ട, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഒരാളാവണം എന്ന് നീ ചിന്തിക്കണം. ഇപ്പം ജീവിക്കുന്ന ജീവിതം മതിയോ, അതോ ഇനി മെച്ചപ്പെടുത്തണോ? നിന്റെ വീട്ടുകാരെ വീട്ടിൽ സന്തോഷത്തോടെ ഇരുത്തണോ? അവരിനിയെങ്കിലും സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ട നീയാണ്. അത് മനസ്സിലാക്കുക. സോ നിനക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ജീവിക്കുന്ന മീഡിയോക്കർ ആയിട്ടുള്ള ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ടേക്ക് ആക്ഷൻ ആൻഡ് ഇംപ്രൂവ് യുവർ ലൈഫ്.